ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഘത്തില് ഹദീസ് അന്വേഷിച്ച് പുറപ്പെട്ടതാണ്. മുതിർന്ന ആൾക്കാരാണ്. മൂപ്പര് കുട്ടി റളിയല്ലാഹു അൻഹും ജമീഅൻ. മോനെ, ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനെ നടന്നാ മതിയോ? പേനും കടലാസും ഇല്ലാത്ത എന്താന്ന് ചോദ്യം. അപ്പൊ കുട്ടി വളരെ വിനയത്തോടു കൂടി പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മയില്ല, ഉള്ളടക്കം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അവര് കടലാസും പേനയൊക്കെ ഉപയോഗിച്ച് എഴുതി വെച്ചത് കുട്ടിയെ കേൾപ്പിച്ചു. അപ്പൊ കുട്ടിക്ക് അതൊക്കെ കാണാപ്പാടം അറിയാ എന്നതിന്റെ പുറമെ എഴുതി വെച്ചെടുത്ത് തെറ്റുപറ്റിയിരിക്കണേ. എഴുതിയ മുതിർന്നവർ എഴുതി വെച്ചെടുത്ത് തെറ്റുപറ്റിയിരിക്കണേ. ഈ കുട്ടിയുടെ ഓർമ്മയിൽ നിന്ന് അവരത് തിരുത്തി. അങ്ങനെയാണ് ഇമാം ബുഖാരി ആകുന്നത്. ഖുർആൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതുപോലുള്ള മുഹദ്ദിസീങ്ങൾ അത് അവര് നമ്മളെ കൂട്ടത്തിലൊരു മൂത്ത മൂല്യരല്ല. അള്ളാഹിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് അവരെ. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, അത് 4 ആൾക്കാര് കുറച്ച് ജനസ്വാധീനമുള്ളവര്. അപ്പൊ അവര് പറഞ്ഞതൊക്കെ വേറെ കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത് വെറുതെ ഇങ്ങനെ പക്ഷം ചേർന്നു. അങ്ങനെയല്ല. കൂടുതൽ വായിക്കണം, ചിന്തിക്കുന്നവർ എഴുതിയത് വായിക്കണം. ഈ 4 ഇമാമിങ്ങളെ ഒരു നമ്മൾ 4 പാടും എന്ന് പറഞ്ഞ മാതിരി 4 പാടും. അവർ ശരിക്കും 4 പാടും തന്നെയായിരുന്നു. അവരെ അള്ളാഹുവിന്റെ ദീനിന്റെ സമ്പൂർണ്ണ രൂപം പെരുകി വരുന്ന തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കാൻ അയച്ച ആൾക്കാരായിരുന്നു.